ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകിച്ച് കുക്കിങ്ങും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് വെച്ചു. അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ ഓഫീസിൽ പോയി. അപ്പോൾ ഇക്കാക്ക് ഓവർനൈറ്റ് ഓട്സ് റെഡിയാക്കി കൊടുത്തു. പിന്നെ മക്കൾക്ക് അവരുടേതായ വേറെ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ്, പാലും അതുപോലെ തന്നെ ഏത്തപ്പഴം പുഴുങ്ങിയതും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊടുത്തു. എന്നാന്ന് വെച്ചാൽ ഞാൻ കുറേ നാൾ കൂടിയിട്ട് എനിക്കൊരു മസാല ദോശ കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ ഒരു മസാല ദോശ ഓർഡർ ചെയ്തു. അപ്പോൾ അത് ഒരു 10 മിനിറ്റ്സിനുള്ളിൽ വരും. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു കപ്പ് ചായയും റെഡിയാക്കി. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഒരു കപ്പ് ചായ, പിന്നെ മസാല ദോശ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചൂട് മസാല ദോശ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കഴിക്കാൻ തോന്നുകയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർഡർ ചെയ്യുകയും ചെയ്യുന്ന ഒരു മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഈ ഒരു മസാല ദോശ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളത് സാമ്പാറും അതുപോലെ തന്നെ 2 ടൈപ്പ് ചട്നിയുമാണ്. വൈറ്റ് കളർ കോക്കനട്ട് ചട്നിയും അതുപോലെ തന്നെ റെഡ് കളർ ടൊമാറ്റോ ചട്നിയും. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മസാല ദോശ കഴിക്കുകയാണ്. അപ്പോൾ പൊട്ടറ്റോയുടെ ഫില്ലിങ്ങൊക്കെ കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫില്ലിങ്ങും അതുപോലെ തന്നെ സാമ്പാറും ചട്നിയും എല്ലാം കൂടെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ രാവിലെ കുടിക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ നല്ല ചൂടായിട്ടുള്ള ചായയും ഓരോ സിപ്പ് എടുക്കുകയാണ്. അപ്പോൾ ഈ പൊട്ടറ്റോ ഫില്ലിങ് ചിലർക്ക് അത്ര ഇഷ്ടം ഉണ്ടായിരിക്കത്തില്ല. കാരണം മസാല ദോശ കഴിച്ചിട്ടും കുറേ ക്വാണ്ടിറ്റി പൊട്ടറ്റോസ് മാറ്റി വെക്കുന്നത് കാണാറുണ്ട്. എനിക്ക് ഈ പൊട്ടറ്റോ ഫില്ലിങ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ബൗളിൽ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് അത് കഴിച്ചു. അതിനുശേഷം പിന്നീട് ഒരു ആപ്പിൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അതും കഴിച്ചു. അപ്പോൾ ഈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഇക്ക ഉള്ളപ്പോഴാണെങ്കിൽ ഇക്കാക്ക് കഴിക്കാൻ കൊടുക്കും, മക്കൾക്കും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുക്കിങ്ങും വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും പ്രത്യേകിച്ചില്ലായിരുന്നു. കിച്ചൺ വിശേഷങ്ങളും കുക്കിംഗ് വിശേഷങ്ങളും ഒന്നും ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ലഞ്ച് കുക്കിങ്ങിലേക്ക് കയറാം. അതുപോലെ തന്നെ ഒരു ചെറിയ ലഞ്ച് വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ താരം എന്ന് പറയുന്നത് ബിറ്റർ ഗേർഡാണ്. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് എൻ്റെ സിമ്പിൾ ലഞ്ചിൽ ഞാൻ താരമായിട്ട് കൊണ്ട് നടന്നുകൊണ്ടിരുന്നത് പൊട്ടറ്റോ ആണ്. അപ്പോൾ ഒരു പൊട്ടറ്റോ മെഴുക്കുവരട്ടിയൊക്കെയാണ്. അപ്പോൾ ഇന്ന് പൊട്ടറ്റോനെയൊക്കെ അങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ ഇന്ന് പാവയ്ക്ക വെച്ചിട്ടുള്ള 1-2 റെസിപ്പീസാണ് ഇന്നത്തെ ലഞ്ചിന് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇന്ന് ലഞ്ചിനില്ല. പിന്നെ സാറായ്ക്ക് ഒരു ചെറിയ ഫീവറും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോൾക്ക് കഞ്ഞിയും അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടി, ഉപ്പ് വക ഐറ്റംസൊക്കെ മതിയെന്ന് കൊച്ചും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് കഴിക്കാൻ തോന്നിയ 1-2 കറികൾ വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ലഞ്ച് റെഡിയാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ 2 പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഒരു പാവയ്ക്ക ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ ഒരു പാവയ്ക്കാന്ന് വെച്ചാൽ ആ പാവയ്ക്ക കൊണ്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ പാവയ്ക്ക ഫ്രൈയും അതുപോലെ തന്നെ പാവയ്ക്ക തോരൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഇതൊക്കെ വളരെ ഇപ്പം പല വീടുകളിലും പലതും പല രീതിയിലായിരിക്കും വെക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വെക്കുന്നതുമായിട്ടുള്ള കോമൺ ആയിട്ടുള്ള രീതികളുണ്ടാവാം. എന്താണേലും എൻ്റെ ലഞ്ച് കുക്കിങ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഒരു പാൻ എടുത്തു. ആ പാനിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 3-4 പച്ചമുളക് നീളത്തിൽ കീറിയതും കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു വലിയ സവോള തിന്നായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ നമ്മുടെ ഞാൻ ഒരു പാവയ്ക്ക എടുക്കുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി മാത്രം റെഡിയാക്കുന്ന കറിയാണ്. അപ്പോൾ ഇക്കാക്കും വേണ്ട, മക്കൾക്കും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പാവയ്ക്കായും വളരെ തിന്നായിട്ട് കട്ട് ചെയ്തതിട്ടു. അപ്പോൾ 1-2 പാവയ്ക്ക പീസസ് ഞാൻ ഇളക്കുന്ന കൂട്ടത്തിൽ അരിയാതെ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് എടുത്ത് കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ അങ്ങിട്ടു. അതിന് ശേഷം ഉപ്പ്
നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം കുറച്ച് നേരം തുറന്നു വെച്ചും അതുപോലെ തന്നെ അടച്ചു വെച്ചുമൊക്കെ നമ്മളൊന്ന് വേവിക്കുകയാണ്. പാവയ്ക്ക എന്ന് പറയുന്നത് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ പാവയ്ക്കയുടെ ആ ഒരു ബിറ്റർ ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അറിയത്തില്ല. ഇതാണ് അരിയാതെ ഞാൻ കാണാതെ കിടന്ന 1-2 പീസസാണ്. അപ്പോൾ ഇതും വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് തന്നെ ഇട്ടു. അപ്പോൾ നമ്മുടെ സവോളയും അതുപോലെ തന്നെ പാവയ്ക്കയും എല്ലാം നന്നായിട്ട് കിടന്ന് മുരിയട്ടെ. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മുടെ ബിറ്റർ ഗോഡ് ഡീപ്പ് ഫ്രൈ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അടുത്തത് ഞാനൊരു ചോപ്പറിലിട്ടിട്ട് ചെറിയ 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 പീസസ് ആയിട്ട് നമ്മുടെ സെക്കൻഡ് പാവയ്ക്ക ചോപ്പ് ചെയ്തെടുത്തു. ഇനി നമ്മുടെ പാവയ്ക്ക ഫ്രൈ അപ്പുറത്ത് ഇരുന്ന് ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് പതിയെ ഇരുന്ന് ഒന്ന് ആവട്ടെ. നമ്മുടെ ആ ഒരു പാവയ്ക്ക നല്ല ഫ്രൈഡായിട്ട് ആവുന്നതും അതുപോലെ തന്നെ ഫ്രൈഡായിട്ട് ഓണിയൻസ് ആവുന്നതും എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് ചോറിൽ ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്തുണ്ടല്ലോ, തേങ്ങാക്കൊത്തും തിൻ പീസസായിട്ട് കട്ട് ചെയ്ത് ഇടുന്നത് ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ തേങ്ങാക്കൊത്ത് ഇരിപ്പില്ല. അങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടെങ്കിൽ ഈ പാവയ്ക്ക ഫ്രൈയിൽ തേങ്ങാക്കൊത്ത് ഇട്ടത് ആ ഒരു എന്താ പറയുക തേങ്ങാക്കൊത്തും കൂടി കടിച്ച് തിന്നാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ, നമ്മുടെ ഒരു ഡിഷ് ഏകദേശം സെറ്റ് ആവുന്നുണ്ട്. അതവിടെ ഇരുന്ന് സെറ്റ് ആയിക്കോട്ടെ. ഇനി നമുക്ക് പാവയ്ക്ക തോരനിലേക്ക് പോവാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് അമ്മച്ചിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അമ്മച്ചിയുടെ പാവയ്ക്ക തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് അങ്ങനെ പൊതുവേ വെക്കലില്ല. അപ്പോൾ രാവിലെ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മച്ചി ഫോളോ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെ ഞാൻ റെഡിയാക്കുകയാണ്. അപ്പോൾ ഒരു പാൻ എടുത്തു. പാനിലേക്ക് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിച്ചതിന് ശേഷം അമ്മച്ചി ആദ്യം തന്നെ പറഞ്ഞത് കുറച്ച് ഇഞ്ചി എടുത്തിട്ട് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ടോളാൻ പറഞ്ഞു. അത് വളരെ അടിപൊളിയാണ്, വളരെ ടേസ്റ്റാണ് നമ്മുടെ പാവയ്ക്ക തോരന്. അപ്പോൾ ഞാൻ ചെറിയ പീസായിട്ട് അരിഞ്ഞ ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും പിന്നെ സവോളയും പിന്നെ നമ്മൾ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തിട്ട നമ്മുടെ ഒരു പാവയ്ക്കായും ഇത്രയും മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറേ നേരം അടച്ചു വെച്ച് വേവിക്കും. അപ്പോൾ നമ്മുടെ പാവയ്ക്ക വേവും തോറും നമ്മുടെ പാവയ്ക്കയുടെ ഉപ്പിട്ട് വേവിക്കും തോറും, അതായത് നമ്മളിപ്പോൾ ഉപ്പും കൂടെ ഇടും, ഉപ്പിട്ട് വേവിക്കും തോറും നമ്മുടെ പാവയ്ക്കയുടെ കയ്പ്പ് രസം എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന പാവയ്ക്കയിൽ അധികം ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവത്തില്ല. പാവയ്ക്ക എന്ന് പറയുന്നത് വേവും തോറും, അതായത് കുക്കാവും തോറും പാവയ്ക്കയുടെ ആ ഒരു ബിറ്റർ ടേസ്റ്റ് എന്ന് പറയുന്നത് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു വെജിറ്റബിളാണ് ബിറ്റർ ഗോഡ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡീപ്പ് ഫ്രൈ ചെയ്ത പാവയ്ക്ക എന്നൊക്കെ പറയുന്ന ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഒന്നുമില്ല. കാര്യം എന്താ വെച്ചാൽ വെളിച്ചെണ്ണയ്ക്കകത്ത് മുറുക്കി പൊരിച്ച് അത് നമ്മുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുക്ക് ചെയ്തതാണ്. എന്നാൽ നല്ല പാവയ്ക്ക തോരനൊക്കെ വെച്ച് കഴിച്ചാൽ അത് നമുക്ക് ഭയങ്കര, പിന്നെ പാവയ്ക്ക പുളി, നമ്മുടെ വാളംപുളിയൊക്കെ ഒഴിച്ചിട്ട് കൊച്ചുള്ളിയൊക്കെ ചേർത്തിട്ടുള്ള പാവയ്ക്കയുടെ ഒരു കറിയുണ്ട്, പാവയ്ക്ക ഒഴിച്ച് കറി. അതുപോലെ തന്നെ പാവയ്ക്ക എന്താ പറയുക തേങ്ങ ഒക്കെ ചേർത്ത് അരച്ച ഒരു കറി. അങ്ങനെ ഈ ഒരു പാവയ്ക്ക, ഈ ഒരു തോരൻ എന്ന് പറയുന്നത് വളരെ ഹെൽത്തിയാണ്. എന്നാൽ ഡീപ്പ് ഫ്രൈ എന്ന് പറയുന്നത് ഹെൽത്തിനേക്കാളും കൂടുതൽ ടേസ്റ്റിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാവയ്ക്ക തോരൻ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒന്ന് സോട്ടായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് ഒരു പിടി തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക, ഇന്നത്തെ താരം എന്ന് പറയുന്നത് പാവയ്ക്കയാണ്. പാവയ്ക്ക കൊണ്ടിട്ടുള്ള 2 റെസിപ്പീസ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഒന്ന് പാവയ്ക്ക ഡീപ്പ് ഫ്രൈയും പാവയ്ക്ക പൊരിച്ചതും, ഒന്ന് പാവയ്ക്ക തോരനും. അപ്പോൾ പാവയ്ക്ക ഇഷ്ടമല്ലാത്തവർ, അതായത് നമുക്ക് ബിറ്റർ ഗോഡ് എന്ന് പറയുന്നത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നവർ ഒന്നോർക്കുക, ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു ഐറ്റമാണ്. ഇതിൻ്റെ തോരൻ വെച്ച് കഴിക്കുക, നല്ല ചൂട് ചോറിൻ്റെ കൂടെ പാവയ്ക്ക തോരനൊക്കെ കുഴച്ച് കഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലിയിൽ നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കുക, നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. ഈ ബിറ്റർ ഗോഡും അതുപോലെ തന്നെയുള്ള വെജിറ്റബിൾസൊക്കെ കുറച്ച് കഴിക്കുന്നവർ ഇതുപോലെ വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഡയറ്റിൻ്റെ പാർട്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക.
അപ്പോൾ ഇതാ നമ്മുടെ പാവയ്ക്കാത്തോരനും ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ 2 കറികളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഐറ്റം കൂടി റെഡിയാക്കുകയാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയപ്പോഴത്തേനും ഉണക്കച്ചെമ്മീൻ കിട്ടി. അപ്പോൾ ഉണക്കച്ചെമ്മീൻ കിട്ടി. അപ്പം ഞാൻ പറയുകയാണ്, ഈ ഉണക്കച്ചെമ്മീനും ഒക്കെ ഇഷ്ടമുള്ളവർക്കേ ഇത് പറ്റത്തുള്ളൂ. അല്ലാതെ ഉണക്കമീൻ കഴിക്കാത്തവർ, ഉണക്കച്ചെമ്മീൻ കഴിക്കാത്തവർക്കൊക്കെ ഇത് കാണുന്നത് തന്നെ ഒരു അസ്വസ്ഥതയായിട്ട് തോന്നാം. പക്ഷേ എനിക്ക് ഉണക്കച്ചെമ്മീനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാനിതാ ഒരു പിടി ഉണക്കച്ചെമ്മീൻ എടുത്തു. അത് നന്നായിട്ട് അതിൻ്റെ ഹെഡ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് മാറ്റി. പിന്നെ ഇതാ ഒരു ബൗള് ഫുള്ള് കൊച്ചുള്ളി ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉണക്കച്ചെമ്മീൻ പൊരിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊച്ചുള്ളി ഫ്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ വീടുകളിലൊക്കെ കോമൺ ആയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ കൊച്ചിലേ മുതൽ അമ്മച്ചിയൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു ഉണക്കച്ചെമ്മീൻ ഫ്രൈ ആണിത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഉണക്കച്ചെമ്മീൻ വെറുതെ ഫ്രൈ ചെയ്ത് കൂട്ടാൻ പോവാണ്. അല്ലാതെ വേറൊരു ഐറ്റം ഉണ്ട്, ഉണക്കച്ചെമ്മീൻ വത്തൽ മുളക് ചമ്മന്തി. അതും ഞങ്ങളുടെയൊക്കെ ഭയങ്കര ഫേവറേറ്റാണ്. നമ്മൾ നോർമൽ വത്തൽ മുളക് അരയ്ക്കുന്നത് പോലെ തന്നെ അരയ്ക്കുക. അതിൻ്റെ കൂടെ ഒരു 5-6 ഉണക്കച്ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് ആ ഒരു ചമ്മന്തിയുടെ ഒപ്പം വെച്ച് അരയ്ക്കുക. അത് ഭയങ്കര ടേസ്റ്റാണ്. എന്താണെങ്കിലും നമുക്ക് നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഫ്രൈയിലേക്ക് പോവാം. ഞാനിത് ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. കുറച്ച് കൂടുതൽ കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിച്ചു. പിന്നെ അതിലേക്ക് 3-4 പച്ചമുളക് നടുവേ കീറിയതിട്ടു. പിന്നെ അതിന് ശേഷം നമ്മൾ കൊച്ചുള്ളി എന്ന് പറയുന്നത് നിങ്ങൾ ക്വാണ്ടിറ്റി കണ്ടല്ലോ, അത്യാവശ്യം കുറച്ച് കൂടുതലുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, നല്ല ടേസ്റ്റാണ്. ഈ കൊച്ചുള്ളി എന്ന് പറയുന്നത് നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തിട്ട് ആ ഒരു നമ്മുടെ എന്താ പറയുക, ചെമ്മീൻ ഫ്രൈയുടെ കൂടെ കഴിക്കുന്നത് വളരെ ടേസ്റ്റാണ്. പിന്നെ കൊച്ചുള്ളി സാവകാശം സമാധാനമായിട്ട് നന്നായിട്ടൊന്ന് കിടന്ന് ഫ്രൈ ആവട്ടെ, ഒരു ഗോൾഡൻ കളറാവട്ടെ. അതിനുശേഷം മാത്രം നമ്മൾ ആ ഒരു ചെമ്മീൻ ഇട്ടാൽ മതി. അപ്പോൾ കറികളൊക്കെ സെറ്റാവുന്ന സമയത്ത് ഞാൻ ഫ്രഷായിട്ട് കുറച്ച് ചോറും കൂടെ വെക്കുവാണ്. അപ്പോൾ നമ്മുടെ ഒരു ഗോൾഡൻ ബ്രൗണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുത്താൽ മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉണക്കച്ചെമ്മീൻ എന്ന് പറയുന്നത് ഒരുപാട് വേവുള്ള ഐറ്റമൊന്നും അല്ല. ഒരു 5 മിനിറ്റ്സ് മാക്സിമം കിടന്നാൽ മതി. അതിൽ കൂടുതൽ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ നമ്മുടെ ഉള്ളി അങ്ങ് മൊരിച്ച് വഴട്ടി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് സാധാരണ നാട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ഉണക്കച്ചെമ്മീൻ എന്ന് പറയുന്നത് നല്ല ഉപ്പുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി ഉപ്പ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഉള്ളി മൊരിഞ്ഞതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഉണക്കച്ചെമ്മീനും കൂടെ ഇട്ടിട്ട് ഒന്ന് കഴിച്ച് നോക്കിയപ്പോൾ ഓക്കെ, സെറ്റായി, ബാലൻസായി. അപ്പോൾ എൻ്റെ പൊന്നോ, ഇത് ഞാൻ പറയുകയാണ്, നമ്മുടെ ഉണക്കമീനും അതുപോലെ തന്നെ ഉണക്കമീനൊക്കെ ഇഷ്ടമുള്ളവർ ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ, മസ്റ്റ് ട്രൈ ആണ്. ഇത് ഭയങ്കര ഒരു ടേസ്റ്റാണ്. ഞാനിത് ഇപ്പോൾ ഫ്രൈ ആയിട്ടില്ല, ഫ്രൈ ആവുന്നതേ ഉള്ളൂ. ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 2 മിനിറ്റ്സും കൂടി ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് മൊരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിങ്ങനെ കോരി കഴിക്കുകയായിരുന്നു. കാര്യം എന്താ വെച്ചാൽ, അത്രയ്ക്ക് ടേസ്റ്റ്. ആ ഉള്ളിയും അതുപോലെ തന്നെ ആ ഒരു ഉണക്കച്ചെമ്മീനും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഏകദേശം മൊരിഞ്ഞ് വരുന്നുണ്ട്. അതിലത്തെ ആ ഒരു പച്ചമുളകുണ്ടല്ലോ, അതും മൊരിയുമ്പോൾ അതും ചോറിന് കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഈ മൊരിഞ്ഞ പച്ചമുളകൊക്കെ കഴിക്കാനായിട്ടൊരു പ്രത്യേക സ്വാദാണ്. കാരണം വലിയ സ്പൈസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഇത് അടിപൊളിയാണ്. എൻ്റെ മോളൊക്കെ ഉണക്കച്ചെമ്മീൻ്റെ മണം കേട്ടിട്ട് മൂക്കും പൊത്തി അപ്പുറത്തിരിപ്പുണ്ട്. അപ്പോൾ ഇക്കയ്ക്കും ഇതൊന്നും അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇക്ക ഇല്ലാത്ത ദിവസം നോക്കിയിട്ട് ഞാനിത് ഈ ഉണക്കച്ചെമ്മീനൊക്കെ മുരിച്ച് കരിച്ച് എടുക്കുന്നത്. കാരണം നമുക്ക് ഈ ഉണക്കമീനും ഈ ഉണക്കച്ചെമ്മീൻ ഫ്രൈയും ഒക്കെ അത്രയ്ക്കും അതുപോലെ ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ ഈ വക ഐറ്റംസൊക്കെ പൊരിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം സൂക്ഷിച്ചാലും വീടിൻ്റെ അകത്ത് ആ ഒരു സ്മെല്ല് കുറേ നേരം നിൽക്കും. അതുകൊണ്ട് ഇക്ക ഇല്ലാത്ത ദിവസം നോക്കിയിട്ടാണ് ഞാൻ ഈ ഉണക്കമീൻ പൊരിക്കൽ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ
ഉള്ളിയൊക്കെ നല്ല മൊരിഞ്ഞ് നല്ല ഗോൾഡൻ ബ്രൗണൊക്കെ ആയി നമ്മുടെ കറികളെല്ലാം സെറ്റായി. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക്, എനിക്ക് കഴിക്കാനുള്ള പ്ലേറ്റ് എടുത്തു. അതിലേക്ക് നല്ല ചൂട് ചോറിന് കുറച്ച് ചൂട് പോയിട്ടുണ്ട്. കാര്യം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ പ്രയറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേനും ചോറിൻ്റെ ചൂടൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. ചൂടൊന്നും ഇല്ലെങ്കിൽ എന്താ, വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഡിലീഷ്യസ് ആയിട്ടുള്ള കറികളും ചേർത്തിട്ട് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു പിടി പിടിക്കാൻ പോവാണ്. നമ്മുടെ പാവയ്ക്ക തോരൻ. ഞാൻ ആവശ്യത്തിന് ചോറൊക്കെ വിളമ്പി അതിലേക്ക് പാവയ്ക്ക തോരൻ, എനിക്ക് കുറച്ച് കൂടുതൽ പാവയ്ക്ക തോരൻ. ഈ ഒരു ചമ്മന്തിയുടെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ നെക്സ്റ്റ് ദിവസം ഞാൻ ഷെയർ ചെയ്യാം. എന്നാന്ന് വെച്ചാൽ വത്തൽമുളക് ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ്. അതും ചെമ്മീൻ ലവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ഫ്രൈ, പിന്നെ നമ്മുടെ ഡീപ്പ് പാവയ്ക്ക പൊരിച്ചത്. അപ്പോൾ എൻ്റെ വിഭവസമൃദ്ധമായിട്ടുള്ള, വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള എൻ്റെ ഇന്നത്തെ ഉച്ച ഊണ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ച ഊണിൻ്റെ താരം എന്ന് പറയുന്നത് പാവയ്ക്കയായിരുന്നു. പാവയ്ക്ക തോരനായിട്ടും പാവയ്ക്ക ഫ്രൈ ആയിട്ടും എല്ലാം അടിപൊളി. ഇന്നത്തെ താരം എന്ന് പറയുന്നത് പാവയ്ക്കയും അതുപോലെ തന്നെ ചെമ്മീനും, അതുപോലെ ഉണക്കച്ചെമ്മീനും. അതാണ് ഇന്നത്തെ താരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉണക്കച്ചെമ്മീൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചിക്കനോ ഫിഷോ ഒന്നും നമുക്ക് ലഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് തോന്നിയില്ല. ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഉണക്കച്ചെമ്മീനും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് എൻ്റെ ഈ ഒരു ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ഒരുപാട് ഇഷ്ടപ്പെടും. ബാക്കിയുള്ളവർക്ക് ഈ വീഡിയോ കാണാൻ തന്നെ താല്പര്യം ഉണ്ടാവത്തില്ല. അപ്പോൾ എന്താണേലും എന്നെപ്പോലെയുള്ള ഉണക്കമീൻ ലവേഴ്സ്, അതുപോലെ തന്നെ ഉണക്കച്ചെമ്മീൻ ലവേഴ്സ് ഇവിടെ കമോൺ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലഞ്ച് വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും നല്ല സ്പൈസി ആയിട്ടുള്ള വത്തൽ മുളകും അതുപോലെ തന്നെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള കറികളൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ലഞ്ച് കഴിച്ചു, ഒരു പിടി പിടിച്ചു. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ നമ്മളിതാ ഒരു അച്ചപ്പം എടുത്ത് കഴിച്ചു. അതിനുശേഷം വൈകുന്നേരം ആയപ്പോൾ ഇക്ക വന്നപ്പോഴത്തേനും കൊണ്ടുവന്നതാണ് ഒരു നല്ല ചൂട് പപ്സ്, മുട്ട പപ്സും അതുപോലെ തന്നെ ബനാന കേക്കും. ബനാന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത്തപ്പഴം ഉണ്ടല്ലോ, നമ്മുടെ ഏത്തപ്പഴം കേക്കാണ്. അപ്പോൾ അതും കഴിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു ഏത്തപ്പഴം കേക്കിൻ്റെ ഭയങ്കര ഒരു ഫാനാണ് നമ്മളെന്ന് പറയുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുള്ളതാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ഹൈപ്പർ മാർക്കറ്റിലും ലുലുവിലും അതുപോലെ തന്നെ നമ്മുടെ ഡിബ്ബ ബേക്കറിയിലും എല്ലായിടത്തും കിട്ടുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഏത്തപ്പഴം കേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഡിന്നറായി. അപ്പോൾ ഡിന്നറായപ്പോൾ ഇനി എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചപ്പാത്തിയും ചിക്കൻ കറിയുമാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള ചപ്പാത്തി ഒരു 2-3 ചപ്പാത്തി ചുട്ട് എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തടവിയിട്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള ചപ്പാത്തി ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ചിക്കൻ കറിയാണ്. അപ്പോൾ ഡിന്നർ കാര്യങ്ങളുമൊക്കെ ഒന്ന് സെറ്റാക്കുകയാണ്. ഇപ്പോൾ കിച്ചണിലാണ്. അപ്പോൾ കിച്ചണിൽ നിന്ന് അതിനുശേഷം നമുക്ക് ഡിന്നർ കഴിക്കൽ വിശേഷങ്ങളിലേക്ക് കയറാം. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ചപ്പാത്തി ചുട്ടെടുക്കുകയാണ്. ചിക്കൻ കറി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി റെഡിയാക്കിയതായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയും നമ്മൾ ചൂടാക്കി എടുത്തു. എല്ലാം ടേബിളിലേക്ക് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയുമാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ടേസ്റ്റി ഡിഷസ്, ടേസ്റ്റി ഹോംലി മീൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടയിൽ വാങ്ങിച്ച ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശയും അതുപോലെ തന്നെ ഉച്ചയ്ക്കത്തെ ഹോംലി ടേസ്റ്റി മീൽസ്, തനി നാടൻ കേരള സ്റ്റൈൽ സിമ്പിളായിട്ടുള്ള ഉച്ച ഊണും അതുപോലെ തന്നെ രാത്രി എന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തിയും ചിക്കൻ കറിയും. പിന്നെ ഈവനിങ് എൻ്റെ കൊച്ചു സ്നാക്സ് എന്ന് പറഞ്ഞാൽ അടിപൊളി മുട്ടപ്പപ്സാണ് കേട്ടോ. മുട്ടപ്പപ്സും അതുപോലെ തന്നെ ബനാന കേക്കും നല്ല ടേസ്റ്റി അടിപൊളിയായിട്ടുള്ള അച്ചപ്പവും എല്ലാം കൂടെ ചേർത്തിട്ട് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്
സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ എന്ത് ചെയ്യുക, കമൻസൊക്കെ ഇട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം എൻ്റെ അടുത്ത വീഡിയോ, അടുത്ത വാട്ട് ഐ ഈറ്റിൻ്റെ ഡേയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ ടേസ്റ്റി ഡിഷസ്, എൻ്റെ ടേസ്റ്റി ഹോം മെയ്ഡ് ഡിഷസ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുറത്തുനിന്നുള്ള ഡിഷസ് എല്ലാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.